ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഇലയട ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ പെട്ടെന്നും സോഫ്റ്റുമായിട്ടുള്ള ഈ ഇലയട വളരെ ടേസ്റ്റിയാണ്. ഈ ഇലയട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗോതമ്പ് പൊടി വെച്ച് നമുക്കൊരു ഇലയട ഉണ്ടാക്കുന്നതിന് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഈ ബൗളിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് അട ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പടയാണ്. 2 കപ്പിന് ഞാൻ ഒരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കൂടിപ്പോയെന്നിരിക്കും. കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാമല്ലോ. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. നല്ലതുപോലെ അയഞ്ഞ ഒരു മാവാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 1.25 കപ്പും വെള്ളവും ഒഴിച്ചു നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. അടയുടെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിനിയും ആ ശർക്കരയൊക്കെ ഒന്ന് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തു. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അതിലെ വെള്ളമയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കെടുക്കാം. തേങ്ങാപ്പീരൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ശർക്കര പാനി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന അരിച്ചു വെച്ചിരുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. തേങ്ങയും ശർക്കരയും കൂടിയുള്ള ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിന് തണുക്കാനായിട്ട് വെക്കാം. ഗോതമ്പടയുടെ മാവും റെഡി ആയിട്ടുണ്ട്. ശർക്കരയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അട പരത്തിയെടുക്കാം. മാവ് നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് നമ്മൾ വെള്ളത്തിനകത്തൊരു മുക്കിക്കൊണ്ടേ മാവ് എടുക്കുകയും പരത്തുകയും ചെയ്യാവൂ. നമുക്ക് നല്ലതുപോലെ ഇത് പരത്തിയെടുക്കാം. നമ്മളെപ്പോഴും വാഴയില എടുക്കുമ്പോൾ എളുപ്പം ഇലയെ എടുക്കാവൂ. അതുപോലെ തന്നെ അത് വാട്ടി എടുക്കുകയും വേണം. നല്ല തുടച്ച് എടുത്തു വെക്കുകയും വേണം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നല്ലതായിട്ട് പരത്തി ഇനി നമുക്ക് ശർക്കര വെച്ച് കൊടുക്കാം. നമുക്ക് ഈ സൈഡ് വശമൊക്കെ ഒട്ടേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ നിറച്ച് വെക്കുന്നില്ല. നമുക്കിത് പരത്തി മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. നമ്മൾ ഇലയിലെല്ലാം നല്ലതായിട്ട് ഒരു 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കുമ്പം അതിൽ വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ചു വെക്കാം. നമുക്ക് ഈ അട വെന്തോന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. സോഫ്റ്റായിട്ടുള്ള ഇലയട റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് തണുത്തിട്ടുമുണ്ട്. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.